ഹായ് ഗൈസ്, ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കും കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് പറയുകയാണെങ്കിൽ October 11, 2025, ഒരു 1 year ബാക്ക് 2024 October 11 ഉണ്ട്. അതായത് October 12 ഞാൻ ആദ്യമായിട്ട് വേറൊരു രാജ്യത്തേക്ക് വരുന്നത്. അതുവരെ ഞാൻ വേറൊരു രാജ്യത്ത് പോയിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ 11 തീയതി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കാരണം എൻ്റെ ആഗ്രഹപ്രകാരമാണ് UAE വന്നത്. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ മീൻസ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ കൊളീഗ്സൊക്കെ ചോദിക്കും, എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഇവിടേക്ക് വന്നേ, കുറേ പ്രാരാബ്ദമുണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. സത്യം പറഞ്ഞാൽ മീൻസ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം. ലൈക്ക് ഫൈനാൻഷ്യലി ആണെങ്കിലും എനിക്ക് എൻ്റെ കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് UAE കയറി വന്നത്. അപ്പോൾ മീൻസ് ഞാൻ പോകുന്നതിൻ്റെ തലേന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമം എനിക്കുണ്ട്. ഉമ്മനെ മിസ് ചെയ്യും, ഉപ്പനെ മിസ് ചെയ്യും, ഇത്താത്ത, ഫാമിലി, ഉമ്മച്ചി എല്ലാവരെയും മിസ് ചെയ്യും, എല്ലാവരും. പക്ഷെ ആരുടെ അടുത്ത് ഇത് കാണിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞില്ല, ഞാൻ ഒട്ടും കരഞ്ഞില്ല. അവരെല്ലാവരും കരഞ്ഞു, ഇത്താത്തൊക്കെ നന്നായിട്ട് കരഞ്ഞു, പക്ഷെ ഞാൻ കരഞ്ഞൊന്നുമില്ല. അപ്പോൾ കുറേ ഇമോഷൻ്റെ പുറത്താണ് കയറി വന്നത്. പക്ഷെ ഞാൻ അതൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് വന്നു. ഇപ്പം എക്സാക്ട്ലി 1 year ആയി. പക്ഷെ ഞാൻ പോകുന്നതിന് ശേഷമാണെങ്കിലും കുറേ പേര് മീൻസ് എൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഗൾഫ് പോയിക്കേ, ഗൾഫിലോ ഇത്ര ചെറുപ്പത്തിലെയോ? അത് കല്യാണം കഴിക്കാണ്ട് ഒരു പെൺകുട്ടി ഗൾഫ് പോകും. അതായത് ഞങ്ങളുടെ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ള ഒരു ഇതാണ്. മീൻസ് കുറേ ആൾക്കാർ സംസാരിക്കും അല്ലെ, ഇപ്പം ഒരുപാട് ആൾക്കാർ ഫോർവേഡ് ആയി. പക്ഷെ ഞാൻ പറയാം, ഗൾഫിൽ പറയുമ്പോൾ ഇപ്പം UK പോകുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ ഇല്ല. ഗൾഫിൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ട് പോകുക എന്നുള്ള ഒരു സെറ്റപ്പാണ് നമ്മളവിടെയൊക്കെ. അപ്പം എല്ലാവരും ഇങ്ങനെ ഗൾഫ് പോയിക്ക്, എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ പോയത്, അല്ലെങ്കിൽ അങ്ങനെ പോയത് ഇങ്ങനെ പോയത് എന്നൊക്കെ കുറേ പേര് ചോദിക്കലുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിഷ് ലിസ്റ്റ് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ UAE. നാട്ടിൽ നിൽക്കുക. ഇപ്പം ഞാൻ 1 വർഷമായിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുമൊന്നും എനിക്കറിയില്ല. ഇൻഷാല്ല എന്താ അതൊക്കെ ആ ഒരു വഴിക്ക് ഇവിടെ. കാരണം ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. പക്ഷെ 1 year ആയി ഞാൻ ഇവിടെ ഇങ്ങനെ ഇപ്പം മീൻസ് നിൽക്കുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ 1 year കൊണ്ട് കുറേ കാര്യം പഠിച്ചു. മീൻസ് ഇപ്പം ഞാൻ 5 വർഷമായിട്ട് ഹോസ്റ്റലിലായിരുന്നു. ഒരു 5 year ആയിട്ട് ഞാൻ എറണാകുളത്ത് ഡിഗ്രിയും PG ഒക്കെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. പക്ഷെ അതെങ്ങനെയാ വെച്ചാൽ വീക്ക്ലി ഞാൻ വീട്ടിൽ പോകും. വീക്ക്ലി മീൻസ് ഓൾമോസ്റ്റ് ഒരു മന്തിൽ ഒരു 2 times ഒക്കെ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരിക്കലും മീൻസ് എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക നമുക്കറിയാം. പക്ഷെ ഇതുപോലൊരു അവസ്ഥയല്ല ഇവിടെ വെച്ചാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഓഫീസിൽ പോവും, ഓഫീസ് കഴിഞ്ഞ് വരും, കുക്ക് ചെയ്യും, പുറത്ത് പോവും, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ഒരു വീട്ടിലേക്കുള്ള ഉപ്പ് തൊട്ട് കർപ്പൂര വരെയുള്ള സാധനം വാങ്ങാൻ പഠിച്ചു, കുക്ക് ചെയ്യാൻ പഠിച്ചു, ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ പനിച്ചിങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെ കിടക്കാമെന്ന് ഞാൻ പഠിച്ചു. അതാണ് മെയിൻ സംഭവം. അതായത് നമുക്ക് വയ്യാണ്ടിരിക്കും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിലല്ലേ വയ്യാതിരിക്കുമ്പോൾ ശരിക്കും ഞാനൊക്കെ നല്ല മീൻസ് വയ്യാതായ ഒരുമാതിരി ചത്ത് കിടക്കുന്ന അവസ്ഥയിലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാ വെച്ചാൽ എനിക്കൊരു അപ്രീസിയേഷൻ പോസ്റ്റ്. ചിലപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ തിരിച്ച് നാട്ടിൽ പോയാലും ഈ വീഡിയോ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു 1 year കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ മീൻസ് ആ ഒരു സംഭവമല്ലേ, അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കണേ. അതായത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും ഒരു ഇൻഡിപെൻഡൻസി. ഇപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുവാണെങ്കിലും മീൻസ് നമ്മൾ എത്ര ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിലൊക്കെ കൂടി നമുക്ക് അവിടെ എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് പാരൻസിനെ സപ്പോർട്ട് ചെയ്യുക, സിബ്ലിങ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനെ, ഫാമിലീസിനെ, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ വന്ന സമയത്ത് എന്താ മീൻസ് നമ്മൾ പിന്നെ ഫോർ മീ ഞാൻ ഒരു സർക്കിൾ കണ്ടുപിടിക്കാൻ തന്നെ നന്നായി പാടുപെട്ടു. ഇപ്പോഴും എനിക്ക് അങ്ങനെ സർക്കിളൊന്നുമില്ല, പക്ഷെ കുറച്ച് പേരെടുത്തെങ്കിലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നതെന്ന് തന്നെ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കാര്യം പഠിച്ചു. മെയിൻ തിങ് കുക്ക് ചെയ്യാൻ പഠിച്ചു, എല്ലാം ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു. നാട്ടിലാവുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുമെങ്കിൽ പോലും അത് നമുക്ക് വയ്യാതിരിക്കുമ്പം അവസ്ഥക്ക് വേണ്ടി കുക്ക് ചെയ്യലേ. പക്ഷെ ഇവിടെ വിശപ്പ് മാറാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു. ലൈക്ക് നമ്മൾ ഓഫീസ് കഴിഞ്ഞ് വന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ജോലിക്കൊക്കെ പോയാൽ എങ്ങനെയായിരിക്കും കുക്ക് ചെയ്യുക, വീട്ടിലത്തെ കാര്യം മാനേജ് ചെയ്യാന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴേ അതിലൊക്കെ ഞാൻ കാപ്പബിൾ ആയെന്ന് എനിക്കൊരു തോന്നൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് അപ്രീസിയേഷൻ പോസ്റ്റാണ്. ഇപ്പോൾ മീൻസ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും തന്നെ പോയി മാറി നിൽക്കാനും ഒക്കെ. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാനും മീൻസ് ഈ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ പോസ്റ്റ് ശരിക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്റാണ്, എനിക്ക് എന്നോടുള്ള ഒരു അപ്രീസിയേഷൻ പോസ്റ്റാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, ഇത്രേ ഉള്ളൂ.